നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ 301 അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 300 അധ്യായം സമാപിച്ചത് ഒരു ചോദ്യത്തോടു കൂടി ആയിരുന്നു. ശ്രീരാമൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് മാത്രം ഈ ശ്രീരാമൻ്റെ യുദ്ധജയത്തിൽ അദ്ദേഹം മാത്രം സന്തോഷിക്കുന്നില്ല, അദ്ദേഹത്തിന് ദുഃഖം സഹിക്കാനാവുന്നില്ല. ആരാണത് എന്നായിരുന്നു ആ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നമുക്കെല്ലാം അറിയാം. അത് വിഭീഷണനായിരുന്നു. രാവണൻ്റെ സഹോദരനായിട്ടുള്ള വിഭീഷണൻ. സ്വാഭാവികമായിട്ടും അദ്ദേഹം രാവണന് എതിരായിരുന്നു. രാവണനെ പല പ്രാവശ്യം അദ്ദേഹം ശരിയുടെ മാർഗം എന്താണ് എന്ന് പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അതിന് വഴിപ്പെട്ടില്ല. അവസാനം രാവണനെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹത്തിന് തിരിച്ച് നീതിയുടെയും ന്യായത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും നന്മയുടെയും ഒക്കെ ഭാഗത്ത് നിൽക്കാൻ വേണ്ടി അദ്ദേഹം ശ്രീരാമൻ്റെ മാർഗം തിരഞ്ഞെടുത്തു, അദ്ദേഹത്തോടൊപ്പം ചേർന്നു. പക്ഷേ ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ തൻ്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ കളത്തിൽ മുറിവേറ്റ് ഹൃദയത്തിൽ തന്നെ അമ്പേറ്റ് മരിച്ച് താഴെ വീണ് കിടക്കുന്ന ആ കാഴ്ച അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ ഉൾക്കൊള്ളാനായില്ല. അങ്ങനെ രാവണൻ്റെ മൃതശരീരത്തിന് അടുത്ത് ചെന്നിരുന്ന് വിലപിക്കുകയാണ് വിഭീഷണൻ. എന്തൊക്കെയായാലും സ്വന്തം സഹോദരനല്ലേ, ഒക്കെ വിധിബലമല്ലോ വരുന്നതും, എല്ലാം വിധിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വിലപിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ എത്രയോ മുമ്പേ പറഞ്ഞതാണ്. രാവണൻ്റെ അടുത്തിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ചേതനയേറ്റ ശരീരത്തെ നോക്കി അദ്ദേഹം ചോദിക്കുകയാണ്, ഇതൊക്കെ ഞാൻ പറഞ്ഞതല്ലേ, എത്രയോ മുമ്പേ ഞാൻ പറഞ്ഞതാണ് ഇതെല്ലാം സംഭവിക്കും, ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. അന്ന് അങ്ങ് അതൊന്നും കേട്ടില്ല. അങ്ങയ്ക്ക് അന്ന് ദുരഭിമാനമായിരുന്നു മുന്നിട്ട് നിന്നത്. അങ്ങ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ വാക്കുകളെ അവഗണിച്ചു. ആരായിരുന്നു? രാക്ഷസ രാജാവല്ലേ, മഹാശയ്യയിലല്ലേ കിടക്കേണ്ടത്. രാജാവിൻ്റെ അന്ത്യം സംഭവിക്കുമ്പോൾ ഒരു മഹാശയ്യയിലാണ് ആ രാജാവിനെ ആദരപൂർവ്വം കിടത്തേണ്ടത്. ഇപ്പോൾ ഇതാ മുറിവേറ്റ് ചോര ഒലിപ്പിച്ച് വെറും തറയിൽ കിടക്കുന്നു. അങ്ങേക്ക് ഇങ്ങനെ കിടക്കേണ്ടി വന്നു, എനിക്കത് കാണേണ്ടിയും വന്നു. സഹോദരനായി എനിക്കത് കാണേണ്ടിയും വന്നു. കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ട് ദൈവത്തിന്, അതാർക്കൊഴിക്കാവുന്നതും. ഇതെല്ലാം ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ മുൻകൂട്ടിയുള്ള നിശ്ചയമാണ്. സ്വന്തം ജ്യേഷ്ഠൻ ഇങ്ങനെ ചോരയിൽ കുളിച്ച് മുറിവേറ്റ് മരിച്ച് യുദ്ധഭൂമിയിൽ ഇങ്ങനെ തറയിൽ ഇങ്ങനെ കിടക്കുന്നത്, ആ മൃതശരീരം ഒരു സഹോദരൻ എന്നുള്ളത് എനിക്ക് കാണേണ്ടി വന്നത്, ഇതൊക്കെ ദൈവഹിതമാണ്, ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. ആ ദൈവത്തിൻ്റെ ആഗ്രഹം എന്തോ അതിനെ ആർക്കും തന്നെ തടുക്കാനാവില്ല, ആർക്കും അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒഴിവാക്കാനാവില്ല എന്നും വിലപിക്കുന്ന കൂട്ടത്തിൽ വിഭീഷണൻ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ശ്രീരാമൻ സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ശ്രീരാമൻ എന്താണ് പറയുന്നത്? എന്നോട് അഭിമുഖനായി നിന്ന് പോർ ചെയ്ത് നന്നായി മരിച്ച മഹാശൂരനാം ഇവൻ. രാവണനെ എത്രമാത്രം പ്രശംസിക്കാമോ അങ്ങനെ പറയാണ്. എന്നോട് നേർക്ക് നേർ നിന്ന് പോർ ചെയ്ത് യുദ്ധം ചെയ്ത് ആണ് അദ്ദേഹം മരിച്ചത്. നന്നായി മരിച്ചു എന്നാണ്. അതുകൊണ്ട് അദ്ദേഹം നല്ലതായിട്ട് തന്നെ മരിച്ചു. മഹാശൂരനാണ്, വീരശൂര പരാക്രമി എന്നൊക്കെ പറയുന്നത്. അതാണ് രാവണൻ. തന്നെക്കുറിച്ച് കരയത് ഏതുമേ നന്നല്ല, അത് പരലോകത്തിന് സഖി. അങ്ങനെയുള്ള രാവണനെക്കുറിച്ച് വെറുതെ ഇങ്ങനെ കിടന്ന് കരയരുത്. അങ്ങനെ കരയുന്നത്, ബന്ധുജനങ്ങൾ ഇങ്ങനെ കിടന്ന് കരയുന്നത് അദ്ദേഹത്തിൻ്റെ പരലോകപ്രാപ്തിക്ക് തടസ്സമാകും. സഖേ, സുഹൃത്തെ, സഖാവേ എന്നാണ് ഈ സമയത്ത് വിഭീഷണനെ ശ്രീരാമൻ സംബോധന ചെയ്യുന്നത് എന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് പരലോകപ്രാപ്തി ലഭിക്കുന്നതിന്, സദ്ഗതി ലഭിക്കുന്നതിന് ഇങ്ങനെ കിടന്ന് വിലപിക്കുന്നതൊക്കെ ഒരു തടസ്സമാണ്. യുദ്ധത്തിൽ മരിക്കുന്നത് വീരന്മാരായ രാജാക്കന്മാരുടെ ധർമ്മമാണ്. അതുകൊണ്ട് തന്നെ രാവണൻ്റേത് ഒരു വീരചരമമാണ്. സ്വർഗപ്രാപ്തിക്ക് അർഹനായിരിക്കുകയാണ് രാവണൻ എന്നും ശ്രീരാമചന്ദ്രൻ പറയുന്നു. അതുകൊണ്ട് തന്നെ പുണ്യവാനാണ് രാവണൻ എന്നും പറയുന്നു. അപ്പോൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള രാവണനല്ല, മരിച്ചതിന് ശേഷമുള്ള രാവണൻ. നമുക്കറിയാം, നേരത്തെ രാവണനും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മരിക്കുന്നെങ്കിൽ ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാമല്ലോ, അങ്ങനെ എനിക്ക് സ്വർഗപ്രാപ്തി ലഭിക്കുമല്ലോ എന്നും രാവണൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതും കൂടെ നമുക്കിതോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കാനുണ്ട്. എന്നിട്ട് ശ്രീരാമചന്ദ്രൻ പറയും,
ദോഷങ്ങളെല്ലാം ഒടുങ്ങിയതിവന്, ഇവൻ്റെ എല്ലാ ദോഷങ്ങളും, എന്തെല്ലാം ദോഷങ്ങൾ രാവണനുണ്ടായിരുന്നോ, എന്തെല്ലാം പാപകർമ്മങ്ങളുടെ ഫലമായിട്ട് എന്തെല്ലാം ദോഷങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു, അതെല്ലാം ഈ ചരമത്തോടുകൂടി, ഈ വീരചരമത്തോടുകൂടി ഒടുങ്ങിയിരിക്കുകയാണ്, ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഭഗവാൻ തന്നെ അതിനെയൊക്കെ ആ ദോഷങ്ങളെയൊക്കെ നിർവീര്യമാക്കിയിരിക്കുകയാണ്. ഇനി ശേഷക്രിയയ്ക്ക് തുടങ്ങുക വൈകാതെ. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താണ്? ശേഷക്രിയ നടത്തണം. അതിൻ്റെ യഥാവിധി അനുസരിച്ച് സംസ്കാര കർമ്മങ്ങൾ നടത്തണം. അതിൻ്റെ മറ്റ് അനന്തര കാര്യങ്ങളെല്ലാം വിധിപ്രകാരം ചെയ്യണം. അതിനാണ് ശേഷക്രിയ എന്ന് പറയുക. ഇങ്ങനെ ശ്രീരാമൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിഭീഷണൻ ഒരുമാതിരി ഒന്ന് സമാധാനിച്ചു. അപ്പോഴാണ് മണ്ഡോദരിയുടെ വരവ്, രാവണൻ്റെ സഹധർമ്മിണിയായ മണ്ഡോദരി. അപ്പോൾ സ്വന്തം സഹോദരൻ ഇങ്ങനെ ആണ് പ്രതികരിക്കുന്നതെങ്കിൽ ഭാര്യയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ സ്വാഭാവികം സ്ത്രീകൾ അങ്ങനെയാണ്. ഭർത്താവ് മരിക്കുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഭാര്യ മണ്ഡോദരി വന്നു. അവർ ആർത്തലച്ച് കരയുകയാണ്. മാറിൽ വീണിങ്ങനെ രാവണൻ്റെ മൃതശരീരത്തിൽ അതിൻ്റെ മാറിൽ വീണ് കെട്ടിപ്പിടിച്ച് അത് കിടന്നുകൊണ്ട് വിലപിക്കുന്നു. ആ ഇടയ്ക്ക് അങ്ങനെ കരയുന്ന വഴി ഇടയ്ക്ക് മോഹാലസ്യപ്പെട്ട് വീഴുന്നുണ്ട്, പിന്നെയും എഴുന്നേറ്റ് കരയുന്നുണ്ട്, എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ വിളിച്ചു പറച്ചിലും കരച്ചിലും എല്ലാം കൂടി ഒരു രംഗമാണ്. ഇപ്പം ഇത് കണ്ടുകൊണ്ട് കൂടുതൽ രാക്ഷസ സ്ത്രീകളും അങ്ങോട്ടേക്ക് വന്നു. അതൊക്കെ കണ്ട് അവരും കരയാൻ തുടങ്ങി. ഒരു കൂട്ടക്കരച്ചിലും അങ്ങനത്തെ ശ്രീരാമൻ നോക്കുമ്പോൾ ആ രംഗം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം രാവണൻ്റെ മൃതശരീരം അവിടെ നിന്ന് മാറ്റണം, അദ്ദേഹത്തെ വിധിപ്രകാരം സംസ്കരിക്കണം. ഇതാണ് ശ്രീരാമചന്ദ്രൻ്റെ ഉപദേശം. അദ്ദേഹം പറയും, രാവണൻ തൻ ഉടൽ സംസ്കരിച്ചിടുക. ഉടൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശരീരം. രാവണൻ്റെ ഈ ശരീരത്തെ സംസ്കരിക്കണം. പാവകനെ ജ്വലിപ്പിച്ചിനി സത്വരം. സത്വരം എന്ന് പറഞ്ഞാൽ എത്രയും വേഗം. പാവകൻ എന്ന് പറയുമ്പോൾ അഗ്നിയിൽ ജ്വലിപ്പിക്കണം, അഗ്നിയിൽ ദഹിപ്പിക്കണം രാവണൻ്റെ ഈ ചേതനയേറ്റ ശരീരം. ആരോടാണ് പറയുന്നത്? വിഭീഷണനോടാണ് പറയുന്നത്. അപ്പോഴത്തേക്കും വിഭീഷണൻ്റെ ഒരു രീതി മാറി. അദ്ദേഹം പറയുന്നു, എൻ്റെ ജ്യേഷ്ഠനാണ്, അത് ശരിയാണ്. സഹോദരൻ എന്ന നിലയിൽ ഞാനാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്യേണ്ടത്, അതും ശരിയാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല. കാരണം ഇവനോളം പാപങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുള്ള ആരും തന്നെ ചെയ്തിട്ടില്ല. ഇത്രമാത്രം പാപങ്ങൾ ചെയ്തിട്ടുള്ള കൊടും പാപിയായിട്ടുള്ള ഈ വ്യക്തി എൻ്റെ സഹോദരനാണെന്നുള്ളത് ശരിയാണ്. ഇളയ സഹോദരൻ എന്നുള്ള രീതിയിൽ ഞാനാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നതും ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ എനിക്കതിനുള്ള മനസ്സ് വരുന്നില്ല. ഇവൻ്റെ ശരീരം ദഹിപ്പിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് വിഭീഷണൻ പിന്മാറും. ആ സമയത്ത് ശ്രീരാമൻ വീണ്ടും പറയും, എൻ്റെ ബാണങ്ങളേറ്റാണ് രാവണൻ മരിച്ചത്. ഞാൻ തൊടുത്തുവിട്ട ബാണങ്ങൾ, ശരങ്ങൾ ഏറ്റാണ് രാവണൻ മരിച്ചത്. എൻ്റെ കൈകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ രാക്ഷസ രാജാവിൻ്റെ പാപങ്ങളെല്ലാം തീർന്നിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ഒരു പാപിയല്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ ചരമത്തോടുകൂടി, വീരചരമത്തോടുകൂടി അദ്ദേഹം പാപിയല്ല. അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം അദ്ദേഹത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. കാരണം എന്താണ്? എൻ്റെ കൈരങ്ങൾ കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ നേരത്തെ നമുക്കറിയാം, രാവണൻ നേരത്തെ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ശ്രീരാമൻ പറയുന്നു. അത് നമ്മളെപ്പോലുള്ളവർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീരാമൻ്റെ ഒരു മഹത്തായിട്ടുള്ളൊരു വാക്യമാണത്. മരണത്തിന് ശേഷവും ശത്രുത വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുകൊണ്ടും പല ആൾക്കാരോടും ചിലപ്പോൾ മനസ്സിൽ എന്തെങ്കിലും ശത്രുതയോ അകൽച്ചയോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സാധാരണ മനുഷ്യരല്ലേ, എല്ലാവർക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മളെ വളരെ വലിയ രീതിയിൽ ദ്രോഹിച്ചിട്ടുള്ള ആൾക്കാരോടൊക്കെ ചിലപ്പോൾ ഒരു മനസ്സിലൊരു ശത്രുതയൊക്കെ ഉണ്ടാവും. സാധാരണ മനുഷ്യർക്കൊക്കെ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായാലും ഞാൻ മരിച്ചാലും അത് കൊണ്ട് നടക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നത് ശരിയല്ല എന്ന് ശ്രീരാമചന്ദ്രൻ പറയുന്നു. ഒരാൾ മരിച്ചതോടുകൂടി അഥവാ എന്തെങ്കിലും ശത്രുത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് കളയണം എന്നും വിഭീഷണനോട് പറയുന്നു. കാര്യം രാവണനോട് ഏറ്റവും കൂടുതൽ ശത്രുത തോന്നേണ്ടത് ആർക്കാണ്? ശ്രീരാമനാണ്. രാവണൻ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായിട്ടുള്ള സീതയെ തട്ടിക്കൊണ്ടുപോയി. അതായിരുന്നല്ലോ ഈ എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒരു ശത്രുത വരാനായിട്ട് വേണ്ടുന്ന ഒരു കാര്യങ്ങളും ഇല്ലല്ലോ. അപ്പം അത്രയും വലിയ ശത്രുത ഉണ്ടാകേണ്ട ശ്രീരാമൻ എല്ലാ ശത്രുതയും ഉപേക്ഷിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് മനസ്സിൽ യാതൊരു ശത്രുതയും ഇല്ലെന്ന് മാത്രമല്ല, രാവണനെ ഒരു പുണ്യവാനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം അദ്ദേഹത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പരസ്യമായിട്ട് പറയുകയാണ്.
അദ്ദേഹം വീരചരമമാണ് പ്രാപിച്ചിരിക്കുന്നതെന്നും അദ്ദേഹത്തിന് സ്വർഗ്ഗപ്രാപ്തിയാണ് ലഭിക്കേണ്ടതെന്നും ശ്രീരാമചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതേവരെ ശത്രുതയായിരുന്നു, പക്ഷേ മരിച്ച നിമിഷം ആ ശത്രുത ഇല്ലാതെയായി. അതേപോലെ വിഭീഷണോടും പറയുന്നു, നീ പറയുന്നത് ശരിയാണ്, അദ്ദേഹം പല പാപങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇപ്പം അദ്ദേഹം പാപിയല്ല. അതുപോലെ ഈ രാമായണം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നമ്മൾക്കും ഒരു സന്ദേശമുണ്ട്. നമുക്കും ആരോടും അങ്ങനെ എന്തെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ, ശത്രുത വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല, അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ മരണത്തിന് ശേഷവും ശത്രുവിൻ്റെ മരണത്തിന് ശേഷവും ഞാനത് വെച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ പറയുന്നതോ ആ രീതിയിൽ ചിന്തിക്കുന്നതോ ഒട്ടും തന്നെ ശരിയല്ല. അങ്ങനെ അതുകൊണ്ട് അദ്ദേഹം പറയും, ഈ രാവണൻ്റെ ഇപ്പോഴും നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണ്? അദ്ദേഹത്തിന് സദ്ഗതി ഉണ്ടാകണം. അതിനെന്താ ചെയ്യേണ്ടത്? യഥാവിധി ശേഷക്രിയകൾ ചെയ്യണം, അന്ത്യകർമ്മങ്ങൾ നടത്തണം. അതുകൊണ്ട് നിനക്ക് ഒരു ദോഷവും വരില്ല എന്ന് ശ്രീരാമചന്ദ്രൻ ഉറപ്പ് കൊടുത്തു. അങ്ങനെ രാവണൻ്റെ അന്ത്യകർമ്മങ്ങൾക്കുള്ള അരങ്ങൊരുങ്ങി. മുനിമാരും സന്യാസി വര്യന്മാരുമൊക്കെ വന്നു. ചന്ദനച്ചിത അവിടെ ഒരുങ്ങി. രാവണൻ്റെ ശരീരം പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, വേഷഭൂഷാദികൾ ഒക്കെ ധരിപ്പിച്ച് രാജോചിതമായ രാജാവിൻ്റെ സംസ്കാരം നടക്കുകയാണ്. അതിന് ഉചിതമായ രീതിയിലുള്ള വസ്ത്രധാരണവും വേഷവിധാനവും ഒക്കെ ആയിരുന്നു. സർവാഭരണ വിഭൂഷിതനാക്കിയാണ് രാവണൻ്റെ മൃതശരീരം അതിനായിട്ട് കിടത്തിയത്. പിന്നെ വിധിപ്രകാരം സന്യാസിമാരും മുനിമാരും ഒക്കെ സാക്ഷ്യം വഹിച്ച് അവർ നേതൃത്വം നൽകി. അവരുടെ നിർദ്ദേശമനുസരിച്ച് വിധിപ്രകാരം സഹോദരനായ വിഭീഷണൻ ശേഷക്രിയകൾ ചെയ്തു. അപ്പം സ്വാഭാവികമായിട്ട് അവിടെ കൂടിയുന്ന സ്ത്രീകളൊക്കെ കരയുമല്ലോ, അവരെയൊക്കെ വിഭീഷണൻ തന്നെ ആശ്വസിപ്പിച്ചു. അങ്ങനെ എല്ലാ ചടങ്ങുകളും പൂർത്തിയായ ശേഷം ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ വീണ് വിഭീഷണൻ നമസ്കരിച്ചു. ഇത്രയുമായപ്പോൾ ദേവേന്ദ്രൻ അയച്ച മാതലി എന്ന തേരാളി, ശ്രീരാമൻ്റെ തേരാളിയായിട്ട് യുദ്ധത്തിൽ രാവണനെ വധിക്കുന്ന സമയത്ത് അതോടൊപ്പം ഉണ്ടായിരുന്നു. നമുക്കറിയാം, മാതലിയാണ് ഏറ്റവും അവസാനം ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നത് നല്ലതായിരിക്കും, അതുകൊണ്ട് രാവണനെ കൊല്ലാനൊക്കും എന്ന വിലയേറിയ ഉപദേശം ശ്രീരാമന് നൽകിയത്. അദ്ദേഹം രാവണൻ്റെ അന്ത്യകർമ്മങ്ങൾ കഴിയുന്നവരെ അവിടെ കാത്തു നിന്നു. അതിനുശേഷം ശ്രീരാമചന്ദ്രനോട് യാത്ര ചോദിച്ചിട്ട് അദ്ദേഹം എവിടെ നിന്നാണോ വന്നത്, ദേവേന്ദ്രനാണ് അദ്ദേഹത്തെ അയച്ചത്, ആ ലോകത്തേക്ക് തന്നെ അദ്ദേഹം തിരിച്ചുപോയി. അങ്ങനെ യുദ്ധക്കളം അവിടെ കൂടിയുന്ന രാക്ഷസന്മാരും രാക്ഷസ സ്ത്രീകളും എല്ലാം തിരിച്ച് ലങ്കാപുരിയിൽ അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ യുദ്ധക്കളം ആളൊഴിഞ്ഞ യുദ്ധക്കളമായി, ശൂന്യമായി, എല്ലാം അവസാനിച്ചു, ഒന്നുമില്ല, എല്ലാം ബ്ലാങ്കായി. അപ്പോഴാണ് ലക്ഷ്മണന് ഒരു പുതിയ ദൗത്യം ശ്രീരാമചന്ദ്രൻ നൽകുന്നത്. അദ്ദേഹം ലക്ഷ്മണനോട് പറഞ്ഞു, രക്ഷോവരനാം വിഭീഷണനായി മയാദത്തമായൊരു ലങ്കാരാജ്യം ഉൾപ്പുക്ക് ചിത്തമോദാൽ അഭിഷേകം കഴിക്ക നീ. ഇനി നമ്മുടെ മുമ്പിലുള്ള ദൗത്യം രാവണൻ്റെ മൃതശരീരം യഥാവിധി ആചാരാനുഷ്ഠാനങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഏറ്റവും രാജാവിന് യോജിക്കുന്ന രീതിയിലുള്ള എല്ലാ അന്തസ്സും പ്രൗഢിയോടും കൂടി തന്നെ അത് നടത്തി ആ ശരീരം ദഹിച്ചു കഴിഞ്ഞു. അദ്ദേഹം പരലോകപ്രാപ്തി, സ്വർഗ്ഗലോകപ്രാപ്തി തന്നെയാണ് അദ്ദേഹം ലഭിച്ചിരിക്കുന്നത്, അദ്ദേഹം മോക്ഷം ലഭിച്ചിരിക്കുകയാണ്. ആ ജോലിയെല്ലാം പൂർത്തിയാക്കിയ ശേഷം ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഇനി നമുക്കൊരു ജോലിയുണ്ട്. എന്താണത്? നമ്മോട് കൂടി നിന്ന, നമ്മുടെ രക്ഷകനായി നമ്മളോടൊപ്പം നിന്ന വിഭീഷണനെ ലങ്കയുടെ രാജാവായി വാഴിക്കണം എന്ന്. അപ്പോൾ ലക്ഷ്മണൻ ആ ജ്യേഷ്ഠൻ്റെ നിർദ്ദേശം ശിരസാവഹിച്ചു. അദ്ദേഹം എന്തു പറഞ്ഞു അതേപോലെ തന്നെ ചെയ്തു. അതിന് ആ അഭിഷേക ചടങ്ങിന്, രാജ്യാഭിഷേക ചടങ്ങിന് വാനരന്മാർ, താപസന്മാർ, യുദ്ധത്തിന് ശേഷം അവിടെ ലങ്കയിൽ അവശേഷിച്ചുള്ള രാക്ഷസന്മാർ, അങ്ങനെ എല്ലാവരും ആ അഭിഷേക ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സമുദ്രജലം ഉൾപ്പെടെയുള്ള പുണ്യതീർത്ഥങ്ങൾ സ്വർണ്ണ കലശങ്ങളിൽ നിറച്ചു കൊണ്ടുവന്നു. എന്നിട്ട് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി വിഭീഷണന് ഈ പുണ്യതീർത്ഥങ്ങൾ കൊണ്ട് അഭിഷേകം നടത്തി അദ്ദേഹത്തെ രാജാവായി വാഴിച്ചു. അഭിഷേകം നടത്തുക മാത്രമല്ല, കിരീടധാരണവും നടത്തി. കിരീടധാരണം നടത്തിയപ്പോൾ അനുഗ്രഹിച്ചു. എന്താണ് അനുഗ്രഹിച്ചത്? എങ്ങനെയാണ് അനുഗ്രഹിച്ചത്? സൂര്യനും ചന്ദ്രനും ഭൂമിയും രാമകഥയും ഉള്ളിടത്തോളം കാലം ലങ്കയുടെ അധിപനായി വാഴട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് ഈ കിരീടധാരണം നടത്തിയത്. കിരീടധാരണം നടത്തിയ വിഭീഷണ മഹാരാജാവിന് പലരും കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിക്കുകയാണ്. വിഭീഷണൻ അതെല്ലാം തന്നെ പാദങ്ങളിൽ വെച്ച് സമർപ്പിച്ച് വന്ദിച്ചു. അങ്ങനെ ശ്രീരാമൻ വളരെ സ്നേഹത്തോടുകൂടി അതെല്ലാം സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഈ 2 ജോലിയും കഴിഞ്ഞല്ലോ. അപ്പം ശ്രീരാമചന്ദ്രൻ പറയുന്നു, ഇപ്പോൾ കൃതകൃത്യനായേനഹം, ഞാൻ കൃതാർത്ഥനായി.
ഇത്രയും കാര്യങ്ങൾ ചെയ്തു. രാവണനെ വധിച്ചു, അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടത്തി, അദ്ദേഹത്തിന് അനുജനെ തന്നെ അതിനായിട്ട് നിയോഗിച്ചു. അദ്ദേഹം അത് കൃത്യമായിട്ട് ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന് അനുജനായ വിഭീഷണൻ്റെ രാജ്യഭാരം ഏൽപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ അഭിഷേകം നടത്തി. എന്നിട്ട് ഇത്ര പറഞ്ഞു ഹാ ഊ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ആശ്വസിക്കുമല്ലോ, ആ ഒരു ആശ്വാസമാണ് ശ്രീരാമൻ എന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ കൃതകൃത്യനായേനഹം, ഞാൻ കൃതാർത്ഥനായി എന്ന് പറയും. എന്നിട്ട് അദ്ദേഹം മൂന്നാമത് അദ്ദേഹം അതിനുശേഷം ചെയ്യുന്ന കാര്യം സുഗ്രീവനെ അദ്ദേഹം ആശ്ലേഷിക്കുന്നു, ആലിംഗനം ചെയ്യുന്നു. എന്നിട്ട് ഈ സന്തോഷം പങ്കിട്ടു. എന്നിട്ട് അദ്ദേഹം സുഗ്രീവനോട് പറയും നമ്മൾ എന്തെല്ലാം ആഗ്രഹിച്ചോ അതെല്ലാം നടന്നു. രാവണനെ വധിച്ചതായാലും ശരി, വിഭീഷണൻ്റെ രാജ്യാഭിഷേകമായി എല്ലാം. പക്ഷേ ഈ കാര്യങ്ങൾക്കെല്ലാം എനിക്ക് നന്ദിയുള്ളത് നിന്നോടാണ്, നിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഇതെല്ലാം നടന്നത്. അപ്പം നോക്കണ ഒരു കാര്യം, ഭഗവാൻ പോലും നന്ദി പറയുകയാണ്. മറ്റൊരാൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത സഹായത്തെ അംഗീകരിക്കുകയാണ്, റെക്കഗ്നൈസ് ചെയ്യുകയാണ്, അക്നോളജ് ചെയ്യുകയാണ് മറ്റൊരാളിൻ്റെ സഹായം. അപ്പം നമ്മളൊക്കെ എങ്ങനെയാണ്, നമ്മൾ പല ആൾക്കാരും പലപ്പോഴും കാര്യം സാധിച്ചു കഴിഞ്ഞ്, നമ്മുടെ ഒരു കാര്യം സാധിച്ചു കഴിഞ്ഞാൽ അതിനായിട്ട് നമ്മുടെ കൂടെ ജീവൻ പോലും തൃണവൽഗണിച്ചായിരിക്കും ചിലപ്പോൾ നമ്മുടെ കൂടെ ആൾക്കാർ നിന്നിട്ടുള്ളത്. അങ്ങനെ കൂടെ നിന്നവരെ അങ്ങനെ പലപ്പോഴും ഓർക്കാറില്ല, ഒരു നല്ല വാക്ക് പോലും പറയാറില്ല. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ഒരു ക്രെഡിറ്റായിട്ട്, നമ്മുടെ ഒരു ഇതായിട്ട് വലിയൊരു നേട്ടമായിട്ട് ആഘോഷിക്കുകയാണ് നമ്മൾ. എല്ലാവരും അല്ല, പല ആൾക്കാരും അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്കുള്ളൊരു കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ശ്രീരാമചന്ദ്രൻ നൽകുന്നത്. അദ്ദേഹത്തിന് ഇതൊന്നും, അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. ഇതൊന്നും എൻ്റെ മിടുക്കുകൊണ്ട്, എൻ്റെ സാമർഥ്യം കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ കഴിവുകൊണ്ട് നടന്നു എന്ന് പറയുന്നില്ല. നിൻ്റെ സഹായം, നിന്നെപ്പോലുള്ളവരുടെ സഹായം, നിങ്ങളുടെ എല്ലാം സഹായം കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഏതെല്ലാം ടാസ്ക് നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു അതെല്ലാം അക്കംപ്ലിഷ് ചെയ്തത്. അങ്ങനെ എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഒരു നല്ല വാക്ക് പോലും പലരും പറയാറില്ലാത്ത സ്ഥലത്താണ് ഭഗവാൻ എല്ലാവർക്കും നന്ദി പറഞ്ഞ് ശ്രീരാമേന്ദ്രൻ മാതൃക കാണിക്കുന്നത്. ശ്രീരാമേന്ദ്രൻ പറയുന്നു എല്ലാം നടന്നു, എല്ലാം നടന്നു. ശരിക്കും എല്ലാം നടന്നോ? അപ്പോൾ സീതയോ? സീതയുടെ കാര്യം നടക്കണ്ടേ? സീതയെ അവിടെ നിന്ന് മോചിപ്പിക്കണ്ടേ? അതപ്പോഴാണ് നമ്മൾ കാണുന്നത് അടുത്ത 302ാമത്തെ ക്യാപ്സ്യൂളിലാണ് കാണുന്നത്. അതുവരേക്കും നന്ദി, നമസ്കാരം.